അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിമ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പോൾസ് മെസ്സേജസിലേക്ക് സ്വാഗതം. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിമ യേശുക്രിസ്തു. സകലതും യേശുക്രിസ്തു മുഖാന്തരം ഉളവായതൊന്നും യേശുക്രിസ്തുവിനെ കൂടാതെ ഉളവായതല്ല എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു സകലത്തിൻ്റെയും ആധാരമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ആരെന്നോ യേശുക്രിസ്തുവിൻ്റെ ദൈവികത എന്തെന്നോ വ്യക്തമായ നിലവാരത്തിൽ മനസ്സിലാക്കാതെ യേശുക്രിസ്തുവിനെ അവരവർക്ക് തോന്നുന്നത് പോലെ അവതരിപ്പിക്കുകയും വിശ്വസിക്കുവാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. എന്നാൽ വചനത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു ആര് എന്ന് പരിപൂർണമായിട്ടും മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കുന്ന സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ ലോകത്ത് ഇന്ന് ഏറ്റവും അധികം വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നത്. പല സഭകൾ, പല വിഭാഗങ്ങൾ, പല ആശയങ്ങൾ, എല്ലാവരും പലതരത്തിലുള്ള ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനപ്രകാരം തന്നെ നമുക്ക് 100% കർത്താവായ യേശുക്രിസ്തുവിനെ എപ്രകാരം മനസ്സിലാക്കാം എന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ നമുക്കൊന്ന് പഠിക്കേണ്ടത് ഉണ്ട്. ഒന്നാമതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളം നൽകും. അതായത് ദൈവം തന്നെ. മനസ്സിലാക്കണം, കർത്താവ് തന്നെ. അവർ ഗാഡ് വിൽ ഗീവ് യു എ സൈൻ. കർത്താവ് തന്നെ നമുക്ക് ഒരടയാളം നൽകും. നോക്കൂ, കന്യക ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും, അവൾ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. അതായത് ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് ഒപ്പം ഉണ്ട്. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തു ആര്? യേശുക്രിസ്തു എന്ത്? യേശുക്രിസ്തുവിനെ എപ്രകാരം മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവാത്മാവിൽ ശരണപ്പെടുമ്പോൾ, വ്യക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഒന്നാമതായിട്ട് വിളിച്ചു പറയുന്ന തിരുവചന സത്യമാണ് യേശുക്രിസ്തു എന്നാൽ ദൈവം നമ്മോട് കൂടെ. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ തർക്കിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു ദൈവമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവനെ, യേശുക്രിസ്തു ദൈവമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തു ദൈവം നമ്മോട് കൂടെ എന്ന വിശേഷണമുള്ളവനെന്നും വചനം നമ്മോട് വ്യക്തമായി പറയുന്നുണ്ട് എന്ന് എനിക്ക് നിസ്സംശയം വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വ്യക്തമായി പറയാൻ കഴിയും. യേശുക്രിസ്തുവിന് മഹത്വം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചത് കേട്ടു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതെടുത്ത് വായിക്കാം. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. മലയാള പരിഭാഷയെക്കാളും കുറച്ചും കൂടെ നല്ലത് ഇംഗ്ലീഷ് പരിഭാഷകളാണ്. യേശുക്രിസ്തുവിന് മഹത്വം. ഇവിടെ ഞാൻ വായിക്കട്ടെ ഒരിക്കൽ കൂടി. കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളം നൽകും. ആര്? കർത്താവ് തന്നെ, ദൈവം തന്നെ നിങ്ങൾക്ക് അടയാളം നൽകും. ദൈവത്തിൻ്റെ അടയാളം. ദൈവം തന്നെ തന്നെക്കുറിച്ച് ഒരടയാളം നൽകുകയാണ്. എന്താണ് ആ അടയാളം? നോക്കുക, കന്യക ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും, അവൾ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. കന്യക ഒരു മകനെ പ്രസവിക്കും. അതായത് ഒരു പുരുഷന്റെ ഇടപെടലില്ലാതെ, ഒരു പുരുഷന്റെ ഇഷ്ടത്തിന് വഴങ്ങാതെ, സ്തോത്രം,
ദൈവത്താൽ ഒരു ശിശു ജനിക്കും. യേശുക്രിസ്തുവിന് മഹത്വം. പേർ അവന് ഇമ്മാനുവേൽ എന്ന് അറിയപ്പെടും. യേശുക്രിസ്തുവിന് മഹത്വം. അതായത് ദൈവം നമ്മോട് കൂടെ. യേശുക്രിസ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സത്യം നിങ്ങളുടെ ഉള്ളിൽ വരണം. ആ സത്യം, ദൈവം നമ്മോട് കൂടെ. യേശുക്രിസ്തു എന്നാൽ ദൈവം നമ്മോട് കൂടെ. യേശുക്രിസ്തു എന്നാൽ ഗാഡ് വിത്ത് us. ദൈവം നമ്മോട് കൂടെ. ഈ സത്യം നിങ്ങളും ഞാനും പരിപൂർണമായിട്ടും മനസ്സിലാക്കണം. യേശുക്രിസ്തു ഞാൻ ദൈവം, എന്നെ ആരാധിക്ക് എന്ന് പറയുവാൻ അല്ല വന്നത്. യേശുക്രിസ്തു ദൈവത്തെ തന്നിലൂടെ കാണിച്ചു തരുവാനാണ് വന്നത്. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തു ആര്? ദൈവം നമ്മോടുകൂടെ എന്ന നാമം ഉള്ളവൻ. യേശുക്രിസ്തു ആര്? ദൈവം കാണിച്ചു തന്നിരിക്കുന്ന അടയാളമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ആര്? കന്യക ഗർഭിണിയായി അവതരിച്ച ദൈവം തന്നെ. അതേ, സാക്ഷാൽ ദൈവപുത്രൻ എന്നറിയപ്പെട്ട ദൈവം. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തു എന്നാൽ ആര്? ദൈവം നമ്മോട് കൂടെ. മനസ്സിലാക്കണം, മറന്നു പോകരുത്. ഇനി നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരേണ്ടതുണ്ട്. 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്ന വിശേഷണം ഉള്ള ആ അരുമനാഥനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. യേശുക്രിസ്തുവിന് മഹത്വം. പലരുടെയും പരാതിയാണല്ലോ, യേശുക്രിസ്തു താൻ ദൈവമെന്ന് പറഞ്ഞില്ല, താൻ ദൈവമാണ്, എന്നെ ആരാധിക്ക് എന്ന് പറഞ്ഞില്ല എന്നൊക്കെ. പ്രിയമുള്ളവനെ, എൻ്റെ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഞാൻ നിന്റെ അപ്പനാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു, അതെ, അത് എൻ്റെ അപ്പനായിരുന്നു എന്ന്. യേശുക്രിസ്തുവിന് മഹത്വം. ഒറിജിനലിന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല ഞാൻ ഒറിജിനലാണ് എന്ന്. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റിന് വിളിച്ചു പറയണം ഞാൻ ഒറിജിനലാണേ എന്ന്. അപ്രകാരം തന്നെ യേശുക്രിസ്തുവിന് താൻ ആരെന്ന് തനിക്ക് താൻ വെളിപ്പെടുത്തേണ്ടവരോട് മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ. അല്ലാത്തവരവർ ആ ഒരു വ്യക്തിയോടും താൻ ആരെന്ന് ഒരിക്കലും വെളിപ്പെടുത്തിയതായിട്ട് വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിന് മഹത്വം. പല പ്രിയപ്പെട്ടവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വചനം തിരുത്തപ്പെട്ടു, വചനം കറപ്റ്റഡ് ആണ്. അതായത് ഈ പണ്ട് ഉണ്ടായിരുന്ന ബൈബിൾ അല്ലെങ്കിൽ ദൈവവചനം ഇന്നില്ല എന്നെല്ലാം പല രീതിയിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കെട്ടുകഥയാണ് എന്നെല്ലാം. എന്നാൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ദൈവം നമ്മോട് കൂടെ എന്ന നാമമുള്ളവൻ, നമ്മിൽ വസിക്കുന്ന ആ ദൈവം ആരെന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ട ഗൗരവത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ഒരിക്കലും ഈ വക ചോദ്യങ്ങൾ ഉന്നയിക്കയില്ല. മാത്രവുമല്ല, ഈ വക ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരിൽ നിന്ന് നാം മാറി നിൽക്കും. പകരം നമുക്ക് ആരെയും നന്നാക്കാൻ കഴിയില്ല, നമുക്ക് ആരെയും തിരുത്തുവാനും കഴിയില്ല. കർത്താവിന്റെ ആത്മാവ് തിരുത്തിയാലേ പറ്റൂ. നിൽക്കുന്നവൻ വീഴാതെ വണ്ണം പ്രാപിച്ച സത്യത്തിൽ ഉറച്ചു നിന്ന് ക്രിസ്തുവിൽ വളർന്നു മുന്നേറുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന മാർഗം എന്ന് പറയാതിരിക്കാൻ നിവൃത്തി ഇല്ല. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തു ആരാണ്? പലരും യേശുക്രിസ്തുവിനെ മനുഷ്യനായി കാണാൻ ആഗ്രഹിക്കുന്നു. പലരും യേശുക്രിസ്തുവിനെ പല മതത്തിൽപ്പെട്ട പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ ഒരു മതത്തിൽപ്പെട്ട ഒരു ദിവ്യ പുരുഷന്മാരുമായിട്ടും മറ്റ് ഏത് മതത്തിലെയും ഒരു ദൈവവുമായിട്ടും നമുക്ക് താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. ഹി ഈസ് ഇൻകംപാരബിൾ. യേശുക്രിസ്തുവിന് മഹത്വം. ഇതൊരു പരമാർത്ഥമായ ബെഡ് റോക്ക് ആയിട്ടുള്ളൊരു സത്യമാണ്. ഇത് അചഞ്ചലമായ ഒരു സത്യമാണെന്ന് എനിക്ക് ചങ്കൂറ്റത്തോടെ നിങ്ങളോട് പറയാൻ കഴിയും. കാരണം യേശുക്രിസ്തുവിൻ നാമത്തിൽ യേശുക്രിസ്തു ദൈവം നമ്മോടുകൂടെ എന്ന നാമമുള്ളവൻ ആണ്. എല്ലാറ്റിലും ഉപരിയായിട്ട്
യേശു ക്രിസ്തു ആരെന്ന് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 5 വരെയുള്ള വാക്യവും 14-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് ദർ വാസ് വേർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവം ആയിരുന്നു. മനസ്സിലാക്കണം. ആദിയിൽ ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. ആദിയിൽ എന്തുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. മനസ്സിലാക്കണം. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. ആദിയിൽ എന്തുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന് മഹത്വം. അതുതന്നെ ഇവിടെ വ്യക്തമായി പറയുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവം ആയിരുന്നു. യേശു ക്രിസ്തുവിന് മഹത്വം. യേശു ക്രിസ്തു ആര്? യേശു ക്രിസ്തു ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവം ആയിരുന്നു. ആ ദൈവം കന്യക ഗർഭിണിയായി നമ്മുടെ ഇടയിൽ അറിയപ്പെട്ടു. ദൈവം നമ്മോട് കൂടെ. കർത്താവായ യേശു ക്രിസ്തു രക്ഷ പ്രാപിപ്പാൻ, നിത്യ ജീവനെ പ്രാപിപ്പാൻ, ദൈവത്തിന്റെ സന്തതികളായി മാറുവാൻ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി നമുക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമം. കാരണം എന്താ? ഒരേ ഒരു ദൈവം, ഒരേ ഒരു നാമം. അത് യേശു ക്രിസ്തു. സാക്ഷാൽ പിതാവായ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവിലൂടെയാണ്, തൻ്റെ വചനത്തിലൂടെയാണ്. മനസ്സിലാക്കണം, മനസ്സിലാക്കണം. തൻ്റെ വചനം, തൻ്റെ വചനം, താനാകുന്ന തൻ്റെ വചനം, തൻ്റെ ഏകജാതനായ പുത്രനായി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. യേശു ക്രിസ്തു. മനസ്സിലാക്കണം. താൻ ഇറങ്ങി വന്നത് ആ പിതാവിനെ നമുക്ക് കാണിച്ചു തരാനാ. ആ അപ്പന്റെ മക്കളായി നാം മാറുവാൻ വേണ്ടിയാ. ആ അപ്പന്റെ ആ സ്നേഹത്തിന്റെ അവകാശികളായി നാം മാറുവാൻ വേണ്ടിയാ. ആ അപ്പന്റെ ആത്മാവിന്റെ അവകാശികളായി നാം മാറുവാൻ വേണ്ടിയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നാം അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ് എന്ന സത്യം ഒരു പ്രിയപ്പെട്ടവരും മറന്ന് പോകരുത്. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിന് മഹത്വം. 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. മനസ്സിലാക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. മനസ്സിലാക്കണം. ഞാനും പിതാവും ഒന്നത്രേ. എന്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ പിതാവിന്റെ പ്രവൃത്തിയാണ്, എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. യേശു ക്രിസ്തുവിന് മഹത്വം. മുൻപോട്ട് പോകുമ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായി. അതായത് സകലതും വചനമാകുന്ന, ക്രിസ്തുവാകുന്ന, ഇമ്മാനുവേലാകുന്ന ദൈവം നമ്മോടുകൂടെ എന്ന നാമമുള്ളവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായതൊന്നും കർത്താവിനെ കൂടാതെ ഉളവായത് അല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം അവിടെ പറയുന്നു, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. അവിടെ ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കുകയാണ്. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തു മനുഷ്യന്റെ വെളിച്ചമാണ്. യേശുക്രിസ്തു ജീവന്റെ വെളിച്ചമാണ്. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തു ആര് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കേൾക്കുന്ന വാക്കുകൾ ഒരിക്കലും മറന്നു പോകരുതെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. മുൻപോട്ട് പോകുമ്പോൾ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സ്തോത്രം. ഇനി 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും, അങ്ങനെ വചനം മനുഷ്യനായി തീർന്നു. അതാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിച്ചത്.
എന്താണ് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്? ഇത് സംഭവിക്കുന്നതിന് നൂറുകണക്ക് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനമാണ്. എന്താണ് ആ പ്രവചനം? കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളം നൽകും. നോക്കൂ, കന്യക ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും, അവൾ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. അതായത് ദൈവം നമ്മോടൊപ്പമുണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ. അത് സംഭവിച്ചു. അത് സംഭവിച്ചപ്പോൾ അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. എന്താണ്? അങ്ങനെ വചനം മനുഷ്യനായി തീരുകയും നമ്മുടെ ഇടയിൽ തൻ്റെ ഭവനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ ഇടയിൽ തൻ്റെ ഭവനം സ്ഥാപിക്കുകയും ചെയ്തു. അതായത് ദൈവം നമ്മോടൊപ്പം ഉണ്ട്, ദൈവം നമ്മോട് കൂടെ. യേശുക്രിസ്തുവിന് മഹത്വം. വചനം, അതായത് അവൻ അചഞ്ചലമായ സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞവനായിരുന്നു. അവന്റെ മഹത്വം പിതാവിന്റെ ഏകജാതനായ പുത്രന്റെ മഹത്വമായി നാം കണ്ടു. യേശുക്രിസ്തുവിന് മഹത്വം. വചനം, ദൈവം നമ്മോട് കൂടെ എന്ന വിശേഷണം ഉള്ളവൻ. യേശുക്രിസ്തുവിന് മഹത്വം. പിതാവിന്റെ ആ മഹത്വം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായിട്ടാണ്. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിന് മഹത്വം. ആ വചനത്തെക്കുറിച്ച്, ആ അരുമനാഥനെക്കുറിച്ച് 18-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അതുല്യൻ സ്വയം ദൈവം. ശ്രദ്ധിക്കണം. എന്നാൽ അതുല്യൻ, ദ യുണീക്ക് വൺ ഹു ഹിംസെൽഫ് ഈസ് ഗാഡ്, സ്വയം ദൈവം, പിതാവിന്റെ ഹൃദയത്തോട് അടുത്തിരിക്കുന്നവൻ, ഹു ഈസ് ക്ലോസർ ടു ഫാദേഴ്സ് ഹാർട്ട്, അവൻ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് മഹത്വം. യേശുക്രിസ്തുവിന് മഹത്വം. യോഹന്നാൻ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മോട് എന്താണ് പറയുന്നത്? വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നോ വൺ ഹാസ് എവർ സീൻ ഗാഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ ആ ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ എന്ത് ചെയ്തു? എന്നാൽ അതുല്യൻ, സ്വയം ദൈവം, ദ യുണീക്ക് വൺ ഹു ഹിംസെൽഫ് ഈസ് ഗാഡ്, പിതാവിന്റെ ഹൃദയത്തോടടുത്തിരിക്കുന്നവൻ, ഹു ഈസ് ക്ലോസർ ടു ഫാദേഴ്സ് ഹാർട്ട്. എങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? പിതാവിന്റെ ഹൃദയത്തോട് അടുത്തിരിക്കുന്നവൻ. യേശുക്രിസ്തുവിന് മഹത്വം. പിതാവിന്റെ ഹൃദയത്തോട് അടുത്തിരിക്കുന്നവൻ. മനസ്സിലാക്കണം, കർത്താവ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി ഇരിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുവാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു ആരെന്ന് നിങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിച്ചാലേ പറ്റൂ. ഈ ഒരു പ്രഭാഷണം ഞാൻ ആഗ്രഹിച്ചതിൻ്റെ കാൽഭാഗം പോലും നിങ്ങളോട് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അധികം സംസാരിച്ചാൽ, നിങ്ങൾക്കിത് കേട്ടാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ എത്രത്തോളം കഴിയുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. ഞാൻ ഈ ഭാഗം വീണ്ടും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ തുടരുന്നതായിരിക്കും. കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ വചന പ്രഭാഷണം സത്യസന്ധമാണ്, ദൈവത്തിൽ നിന്നാണെന്നുള്ള ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിക്കാം, ചോദിക്കാം. അപ്രകാരം തന്നെ ഈ ശുശ്രൂഷയെ സഹായിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട്. കർത്താവിൻ്റെ കൃപ ഏവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ.